പ്രിയമുള്ളവരെ, അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്കയിലേക്ക് ഏവർക്കും സ്വാഗതം. 1581 സ്ഥാപിതമായ പള്ളിയാണ് അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക. ഇപ്പോൾ 445 വർഷം പിന്നിടുകയാണ്. ഇവിടെ സെൻറ് അന്ത്രയ മിഷൻ്റെ ഭാഗമായി ഈശോസഭാ വൈദികരാൽ നയിക്കപ്പെട്ട പള്ളിയാണിത്. ഇവിടുത്തെ ആദ്യത്തെ വികാരിയായിട്ടുള്ളത് ഫാദർ ഗാസ്പർ പയസാണ്. പിന്നീട് 1584 മുതൽ ഒരു പ്രമുഖനായ ഈശോസഭാ വൈദികൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജാക്കുമോ ഫിനീഷോ. അദ്ദേഹം ഇറ്റലിയിൽ കാപ്പുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളായിരുന്നു. 2 പ്രാവശ്യമായി 33 വർഷത്തോളം ഈ പള്ളിയുടെ വികാരിയായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും അർത്തുങ്കൽ ഒരു വിശ്വാസ കൂട്ടായ്മയെ വാർത്തെടുക്കാനായി സഹായിച്ചിരുന്നത്. ഇദ്ദേഹം ഫോറിനർ ആയതുകൊണ്ടും ഇറ്റാലിയൻ ആയിരുന്നതുകൊണ്ടും ഇദ്ദേഹത്തെ ജനങ്ങൾ അന്ന് വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നു. ഈ വെളുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്ന ഇദ്ദേഹത്തെ കാണാനായി നാനാഭാഗത്തു നിന്നും ആൾക്കാർ വന്നിരുന്നു. ഇദ്ദേഹം ഒരു വൈദ്യനെ പോലെയും ഒരു വൈദികനായും അങ്ങനെ ശുശ്രൂഷകൾ ചെയ്തിരുന്ന ഒരു പള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് 1645 അത്ഭുതകരമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ വരുന്നത്. നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാകുന്നതനുസരിച്ച് 1575 യൂറോപ്പിലുണ്ടായ, പ്രത്യേകിച്ച് മിലാനിലുണ്ടായ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാനായി ജനം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും സെബസ്ത്യാനോസിലേക്ക് എല്ലാവിധമായ ആശ്രയം തേടുകയുമായിരുന്നു. പിന്നീട് ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പകർച്ചവ്യാധി പുറപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ വീണ്ടും സെബസ്ത്യാനോസിൻ്റെ രൂപം നിർമ്മിക്കുകയും നാട് മുഴുവനും ചുറ്റി നടക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1640 വിശുദ്ധൻ്റെ രൂപം ലോകമെമ്പാടും കൊണ്ടുപോകണമെന്ന് അന്നത്തെ ആൾക്കാർക്ക് തോന്നിയതും അവരൊരു കപ്പൽ മാർഗം ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1645 പടിഞ്ഞാറ് അറബിക്കടലിലുള്ള കടലിൽ വരികയും അവിടെ കടൽക്ഷോഭം ഉണ്ടാവുകയും ഇവിടുത്തെ അന്നത്തെ വികാരിയായിരുന്ന അച്ഛനും അവിടെ കപ്പിത്താനും ഒരുപോലെ കിഴക്കൊരു പള്ളിയുണ്ടെന്ന് തോന്നുകയും അങ്ങനെ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക, അന്ന് ബസിലിക്കയായി ഡിക്ലെയർ ചെയ്തിട്ടില്ല, സെൻറ് ആൻഡ്രൂസ് പള്ളിയാണിത്. അങ്ങനെ ഈ പള്ളിയുടെ കുരിശടിയിലേക്ക് ഈ രൂപം അത്ഭുതകരമായി കടലിൽ നിന്നിറക്കി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയുമായിരുന്നു. അങ്ങനെ 1646 മുതൽ ഇവിടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. അങ്ങനെ ഇത് 380ാമത്തെ തിരുനാളാണ്. 2026 ജനുവരി 10 മുതൽ 27 വരെ ഞങ്ങൾ ആഘോഷിക്കുന്നത്. സാവധാനം ഈ ജാക്കോമോ ഫിനീഷി അച്ഛനെ വെളുത്തച്ഛനെന്ന് വിളിച്ചിരുന്നവർ അർത്തുങ്കൽ വെളുത്തച്ഛനായ സെബസ്ത്യാനോസിനെ കാണുകയും ജനം മുഴുവൻ പിന്നെ അർത്തുങ്കൽ വെളുത്തച്ഛ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആലപ്പുഴ രൂപതയിലെ ഒരുപക്ഷെ ആദ്യത്തെ 30 വീടുകളെ ചേർത്ത് ഇടവകയായിരുന്ന സെൻറ് ആൻഡ്രൂസ് ബസിലിക്കയിലേക്ക് ഈ രൂപം എത്തുകയും അങ്ങനെ 1646 മുതൽ ഈ തിരുനാൾ ഇവിടെ ആഘോഷിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 33ഓളം വർഷങ്ങളായി പാലയിൽ നിന്നൊരു ഗ്രൂപ്പ് ഇവിടെ സാധാരണ വിശുദ്ധനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അന്നവർ 6-7 കുടുംബങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ അത് 10 കുടുംബങ്ങളായി. 33 വർഷത്തോളമായി ഈ കൊടി അവർ പെരുന്നാളിനായിട്ട് ശരിയാക്കി തരികയാണ് ചെയ്യുന്നത്. ഈ കൊടിക്ക് ഏകദേശം ഒരു 70,000 രൂപയോളം അതിൻ്റെ കൊടിയുടെ ചിലവാകും. പക്ഷേ ഇത് ഇവിടെ കൊണ്ടുവന്ന് തരുമ്പോൾ അതിൻ്റെ വാഹന ചെലവും അതിൻ്റെ കൂടെ വരികയും ഇങ്ങനെ വരുന്നവർ സാധാരണ 10-ാം തീയതി കൊടി ഇവിടെ സമർപ്പിക്കാൻ വരുന്നതോടുകൂടി ഇവിടെ താമസിച്ചിട്ട് തിരിച്ചു പോകുന്നത് 20-ാം തീയതി ആദ്യത്തെ ഈ സാധാരണ 20-ാം തീയതി വിശുദ്ധൻ്റെ ഓർമ്മ ദിവസം അന്ന് തിരുനാൾ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. പോയിട്ട് വീണ്ടും 27-ാം തീയതി 8-ാം ഇടം ആഘോഷിക്കുമ്പോഴും അവരെല്ലാവരും ഈ തിരുനാളിൽ പങ്കുകൊള്ളാനായിട്ടുണ്ടായിരിക്കും. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും അവർ കൊടി കൊണ്ടുപോകുകയും തിരിച്ചിവിടെ ഇന്ന് രാവിലെ 10-ാം തീയതിയായി ഇന്ന് രാവിലെ എത്തിക്കുകയും ചെയ്തു. ഏകദേശം ഒരു മാസം മുമ്പ് പഴയ കൊടി അവർ കൊണ്ടുപോവുകയും അളവെടുക്കുകയും ചെയ്ത ശേഷം ഇത് തിരിച്ചിവിടെ എത്തിക്കാറുണ്ട്. എന്നിട്ട് ജനുവരി 1-ാം തീയതി പുതിയ കൊടി ഇവിടെ കൊണ്ടുവന്ന് പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരെ ഓരോരുത്തരുടെയും വീടുകളിലേക്കും പിന്നീട് അവരുടെ ഇടവക പള്ളിയിലേക്കും കൊണ്ടുപോകും. ഇന്ന് രാവിലെ കൊടി അവിടെ നിന്ന് 7:30 മണിയോടുകൂടി ഇടവക പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് പ്രത്യേകമായ അലങ്കരിച്ച വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നൊരു 10:30 കൊടി ഇവിടെ എത്തിക്കുകയായിരുന്നു. ഇനി ഈ കൊടി ഇവിടെ നിന്ന് 5 മണിയോടുകൂടെ ബീച്ചിലെത്തിക്കുകയും ഈ ഇടവകയിൽ 1700 ഫാമിലികളാണുള്ളത്. ഏകദേശം 7000 പേര് വരുന്നവർ
ബീച്ചിലെത്തുകയും ബീച്ചിൽ നിന്ന് സാഘോഷം 5:30 മണിക്ക് പതാക ബീച്ചിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ ദേവാലയത്തിലെത്തുകയും 6:30 മണി കഴിയുമ്പോൾ രൂപതാധ്യക്ഷൻ വന്ന് ആശീർവദിച്ച് പതാക ഉയർത്തുക. തുടർന്ന് രൂപതാധ്യക്ഷൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് ഈ 2026 ജനുവരി 10 തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയുടെ കയറ് ഏകദേശം ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് കടക്കരപ്പള്ളി അമ്പലം ഇത് തന്നിരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 35 വർഷത്തോളമായി അങ്ങനെ ഒരു നേർച്ചയില്ലായിരുന്നു. ഈ പ്രാവശ്യം സിനിമാ നടനായ തൊട്ടടുത്താണ് അയാൾ താമസിക്കുന്നത്, അരീപ്പറമ്പിലാണ്. അയാൾ അങ്ങനെ ഒരു നേർച്ചയ്ക്കായിട്ട് ഇവിടെ അനുവാദം ചോദിക്കുകയും നമ്മൾ വേണ്ട ചർച്ചകൾക്ക് ശേഷം അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന സിനിമാ താരം അത് ഏറ്റെടുക്കുകയും ആ കൊടിക്കയർ അയാൾ വാങ്ങിച്ച് ഞങ്ങൾ തന്നെ വീട്ടിൽ ചെന്ന് കയറ് പ്രാർത്ഥിച്ച് അയാൾ ആഘോഷമായി തലച്ചുമടായി ചുമന്ന് ഇവിടെ കൊണ്ടു തരികയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് 3-ാം തീയതിയാണ്, ജനുവരി മാസം 3-ാം തീയതി ശനിയാഴ്ചയാണ് അത് നടന്നത്. അതിനുശേഷം ആ കൊടിക്കയർ തന്നെയാണ് നമ്മൾ ഇതിനായിട്ടിപ്പോൾ ഉപയോഗിക്കുന്നത്. ജനുവരി മാസം 10-ാം തീയതി കൊടി കയറി കഴിഞ്ഞാൽ 15-ാം തീയതി സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു മതസൗഹാർദ്ദ മീറ്റിങ്ങുകൾ നടത്തും. അപ്പോൾ 3 പ്രത്യേക മതത്തിലുള്ളവരുടെയും പ്രതിനിധികൾ വന്ന് ഒരു സൗഹൃദ സമ്മേളനം പോലെ സംഘടിപ്പിക്കും. കാരണം ഇതൊരു മതമൈത്രിയുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തമുള്ളൊരു പള്ളിയാണ്. അതിവിടുത്തെ തിരുനാളും മണ്ഡലകാലത്തിൻ്റെ സമാപനവും ഏതാണ്ട് ഒരുപോലെയാണ് വരുന്നത്. കുറച്ച് അയ്യപ്പ ഭക്തർ ഇവിടെ വരികയും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ നടയിൽ ഈ മാല ഊരി തങ്ങളുടെ വ്രതം പൂർത്തിയാക്കുന്നുവെന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കാറുണ്ട്. അത് നമ്മളായി പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിച്ചൊരു സംഗതി അല്ലെങ്കിലും ഇത് വർഷങ്ങളായി ഇപ്പോൾ എൻ്റെ ഓർമ്മയിലൊരു 10-30 വർഷമായിട്ട് ഒരുപാട് പേരല്ലെങ്കിലും കുറച്ച് പേരിങ്ങനെ ഒരു പക്ഷേ ഒരു ടെമ്പോ ട്രാവലിൽ കൊള്ളാവുന്ന ആൾക്കാർ അങ്ങനെ വന്ന് അവരിവിടെ വന്ന് അവിടെ പോയി മാല ഊരി തിരിച്ചു പോകുന്ന ഒരു ചടങ്ങുകൾ നടക്കാറുണ്ട്. 2001 മുതൽ 2003 വരെ ഇവിടെ അസിസ്റ്റൻറ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പ്രത്യേക വാത്സല്യവും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഇപ്പോഴായിരിക്കുന്നതിൻ്റെ പഠനം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ നിന്നാണ് ഞാൻ ബാംഗ്ലൂരേക്ക് കാനലോയുടെ ലൈസൻഷിയേറ്റിനായിട്ട് പോകുന്നത്. തിരിച്ചു വന്ന് ഞാൻ ഏകദേശം 2 വർഷം മറ്റൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്ത ശേഷം റോമിൽ പോയി തിരിച്ചെൻ്റെ കാനലിലോ ഡോക്ടറേറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 3-4 വർഷത്തോളം സോഷ്യൽ സർവീസിൽ ചെയ്തു. പിന്നീട് 8 വർഷത്തോളം ബിഷപ്പ് ഹൗസിലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ വീണ്ടും 2ാമത്തെ ടേണ് 2.5 വർഷമാകുന്നു. ഇപ്പോൾ ഈ 2.5 വർഷത്തിനുള്ളിൽ ഈ പള്ളിയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രകടമായ ചില ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എഴുന്നള്ളത്തെന്ന് പറയുന്നത് മഹാസംഭവമായിട്ടാണ്. ഇവിടെ നിന്ന് നിരയൊന്നുമില്ലാതെ ഏകദേശം ഒരു 2 ലക്ഷത്തോളം 1.25 ലക്ഷത്തോളം പേര് ഇവിടെ നിന്ന് ബീച്ച് വരെ നിൽക്കുന്ന ക്രൗഡിനിടക്കുകൂടെയാണ് ഈ തേരുപോലുള്ള രൂപക്കൂടി ഇങ്ങനെ പോയി വരുന്നത്. പക്ഷേ ഈ പോക്കെല്ലാം പോയി വന്നാലും ഈ അമ്പുകളെല്ലാം അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നീട് പ്രദക്ഷിണയ്ക്ക് പരന്നു വരിക ഇത്രയും നാളത്തെ അനുഭവമാണ്. അപ്പോൾ അതും ഒരു അത്ഭുതമായി തന്നെ കാണുകയാണ്. ഒരു വിളംബര വെടിമുഴക്കമുണ്ട്. ഇത് മൈക്ക് സെറ്റൊന്നും അത്ര കോമൺ അല്ലായിരുന്ന കാലത്ത് നമുക്കിവിടെ സംഭവിച്ചിരുന്നത് 4 മണിക്ക് വെടിവെക്കുന്നതോടുകൂടെ അറിയിപ്പ് വെടിമുഴങ്ങുന്നതോടുകൂടെ 2 വശത്തേക്കും പള്ളിയിലുള്ളവർ ഇങ്ങനെ കൂവി അറിയിക്കും. ഈ കൂവ് സാധാരണ അർത്തുങ്കൽ പെരുന്നാളിൻ്റെ കൊടിയേറ്റത്തിന് സമയമായെന്ന് അറിയിക്കുന്നതാണിത്. ഏകദേശം ഫോർട്ട് കൊച്ചി വരെയും കായംകുളം വരെയും ഈ കൂവ് ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുപോകും. നമ്മുടെ തിരുനാൾ നോട്ടീസിനകത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതൊന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുനാൾ വെടിമുഴക്കവും അതിൻ്റെ കൂവി അറിയിക്കലും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇനിയും ഒരു പ്രത്യേകത കാര്യം അർത്തുങ്കലിനെ സംബന്ധിച്ച് പറയാനുള്ളത്, അർത്തുങ്കൽ പള്ളിയിൽ വെച്ചാണ് ചാവറ പിതാവിൻ്റെ ഓർഡിനേഷൻ നടക്കുന്നത്.
ഇത് 1829 നവംബർ മാസം 29-ാം തീയതിയാണ്. ഇതൊരു മാജിക്കൽ ഡേറ്റാണ്. 29/11/1829. ചവറപ്പിതാവ് ഇവിടെ ഒരു മാസത്തോളം ഇവിടെ താമസിച്ചിരുന്നു. ആ മുറി ഇവിടെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിനകത്ത് വളരെ ആലങ്കാരികമായ ഒന്നും ചെയ്തില്ല. ഒരു കട്ടിലും വിശുദ്ധന ഉപയോഗിച്ചിരുന്നൊരു, അന്ന് വാഷ് ബേസിനില്ല, ജനലിൽ തന്നെ ചെയ്തിരുന്ന കുഴിച്ചുണ്ടാക്കിയിരുന്ന ഒരു വാഷ് ബേസിനുമാണുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് CMI കോൺഗ്രിഗേഷൻ്റെ സ്റ്റാർട്ടിങ്ങിനുള്ള കത്തെഴുതുന്നത്. സെബസ്ത്യാനോസ് പുണ്യാളനെ കുറിച്ച് ഒരുപാട് ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു ഗാനരചയിത കൂടിയാണ്. അപ്പോൾ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ അത്ഭുതമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ട് ഒന്ന് പാടാമോ? നീലക്കമ്പള വിരി നിവർത്തി അറവിക്കടലുമഴകു വിരിച്ചു കാലം തൂലികത്തും പലെഴുതി അർത്തുങ്കൽ പുണ്യവന്റാത്യത്തെ അത്ഭുതം. പുതിയ പള്ളിയുണ്ടല്ലോ, അത് 1967 സെപ്റ്റംബർ മാസത്തിലാണ് അത് ബ്ലെസ്സിങ് നടന്നു. അപ്പോൾ അതിന്റെ പണി തുടങ്ങിയെന്നാണെന്ന് ഓർമ്മയുണ്ടോ? അത് തുടങ്ങിയത് 910 ഇതിന്റെ കല്ലുകൾ. 1910. അപ്പൊ ചേട്ടൻ ഇല്ല? ഇല്ല, ഞാനില്ല. കരിങ്കല്ലിലാണല്ലോ ഇത് മുഴുവൻ പണിതിരിക്കുന്നത്. ചെത്തിയെടുത്ത് ഒരേ അളവിൽ ചെത്തിയെടുത്ത കരിങ്കല്ലാണ്. ഈ കരിങ്കല്ലെല്ലാം എവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കിഴക്കൻ മലയിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അറിയാം. ഇതാരാണ് പണിക്കാരായിരുന്നു? പണിക്കാര് പൂവാറുകാരായിട്ട് എനിക്കറിയാം. തമിഴന്മാരായിരുന്നു. അപ്പൊ അതെനിക്കറിയാം. അപ്പൊ അതിന്റെ കൂട്ടിന്റെ ചില കാര്യങ്ങളൊക്കെ അറിയാം. ഈ മിശ്രിതം കൂട്ടല്ലേ, തുറക്കൊണ്ടാണ് പണിതിരിക്കുന്നത്. പള്ളിയുടെ കെട്ടിടം പണിതപ്പോ താഴത്തേക്ക്, ഫൗണ്ടേഷൻ താഴത്തേക്ക് പൈലിങ്ങോ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പൈലിങ് 32 തൂണുകള് അടിത്തറക്കെ താഴെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? അതും കല്ലുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്? അതും കല്ലുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. വാർത്ത് ചെയ്തേക്കാണ് താഴത്തെ ആ 32 തൂണുകളാണ് പള്ളി നിൽക്കുന്നത്. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണല്ലേ? ഇത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുർബാനായി കിളപ്പാറിന് വരയ്ക്കാൻ ഈ കുഴിയെല്ലാം കിളപ്പുണ്ട് കൊള്ളാൻ പോലെ. അപ്പം അത് ഞാൻ കണ്ട്. അപ്പോൾ പിന്നെ എഴുതുന്ന ആളായതുകൊണ്ട് ചിലതൊക്കെ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. 1910 തുടങ്ങി 57 വർഷത്തോളം എടുത്തിട്ടാണ് പണി പൂർത്തിയായത്.